ബറാക്ക താഴ്വര, വാലി ഓഫ് ബറാക്ക പാർട്ട് 2. കഴിഞ്ഞ ദിവസം ബറാക്ക താഴ്വരയുടെ പാർട്ട് 1 ആണ് പറഞ്ഞത്. ഒരു രാജാവ്, അതായത് ദൈവത്തിൻ്റെ ദേശമാണ് യഹൂദന്മാരുടെ രാജാവായ യഹോശാഫാത്തിനെതിരായിട്ട് 3 രാജാക്കന്മാർ, മൊവാബ്യർ, അമ്മോന്യർ, മെയൂന്യർ, ഇവർ 3 പേര് ഒന്നിച്ച് യുദ്ധം ചെയ്യാൻ വരുന്നു. ഒരു രാജാവിന്, ഒരു ദൈവത്തിൻ്റെ നിയോഗിച്ച രാജാവിനെതിരായിട്ട് 3 പേര് ഒന്നിച്ച്, ശത്രുക്കൾ ഒന്നിച്ച് കൂടി വരും. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, യഹോശാഫാത്ത് രാജാവ് ഉടനെ തന്നെ ഉപവാസവും പ്രാർത്ഥനയും പ്രഖ്യാപിച്ചു. അവർ യഹൂദ ജനമെല്ലാം ഒന്നിച്ചുകൂടി, അവരൊന്നിച്ചുകൂടി ദൈവസന്നിധിയിൽ വിഷയമേൽപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റ് വാറിൻ്റെ ടൈമിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും മക്കളും കുവൈറ്റിലായിപ്പോയി, ഹസ്ബൻഡ് നാട്ടിലുമായിപ്പോയി. എൻ്റെ ഹസ്ബൻഡല്ല, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ഇവരുടെ ജീവിതത്തിന് പ്രയാസം വരുമെന്ന് അറിഞ്ഞപ്പോൾ അവിടെയുള്ള പള്ളിക്കാരൊന്നിച്ച് ഉപവാസ പ്രാർത്ഥന നടത്തി, അറിയാമോ? അതോടുകൂടി പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിനെയും മക്കളെയും പ്രത്യേക പ്ലെയിനിൽ അവരെ തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുവിട്ടു. ആരെയായി വിളിക്കുന്നത്? ദൈവം ആരാണ്? നമ്മൾ സാധ്യമെന്ന് കാര്യം പറയുന്ന ഒരു ചർച്ച് ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെയൊക്കെ ചർച്ചുകൾ, അല്ലെ നമ്മുടെ സമൂഹങ്ങൾ എപ്പോഴെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ടി ഒന്നിച്ച് സമൂഹമായിട്ട് ഉപവാസ പ്രാർത്ഥന നടത്തിയ കാലം എത്ര നാൾ? പണ്ടൊക്കെ എൻ്റെ അമ്മയുടെ കാലത്ത് 3 ദിവസം ഉപവാസ പ്രാർത്ഥന. ഇപ്പോൾ അത് നിന്നു, അത് സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞില്ല. അത് എൻ്റെ അമ്മയുടെ ചർച്ചിൽ, ഇവിടുത്തെ ചർച്ചിൽ ഒട്ടും ചെയ്ത് ഞാൻ കാണുന്നുമില്ല. വളരെ സങ്കടമാണ്. പരിശുദ്ധാത്മാവ് തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഏരിയകളിൽ നമ്മൾ ദൈവത്തെ വിളിച്ചു വരുത്താതെ, കർത്താവിന് മഹത്വം കൊടുക്കാതെ, നമ്മുടെ തന്നെ ബുദ്ധിക്കത് ചെയ്യുമ്പോൾ കർത്താവിന് മഹത്വം കുറയുന്നില്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കണം. ശത്രു ഇല്ലെന്ന് ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കണം. അത് നിർബന്ധമാണ്. സമൂഹമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ കാര്യമാണ്. അതൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഈ 25 നോയമ്പിന് മിക്കവരും ഉപവാസ പ്രാർത്ഥന ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ ഓരോ കുടുംബങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപവസിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം സമൂഹമായുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. അങ്ങനെ ഇവരൊന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ലേവ്യൻ്റെ മേൽ വന്നു. അയാളുടെ പേര് യഹസിയേൽ. ആ ലേവ്യൻ്റെ മേൽ വന്ന് ദൈവാത്മാവെന്ന് പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ പോകും. അങ്ങനെ വന്ന് എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ ആത്മാവ് യഹോവ ഈ പ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെ അത്രേ. നാളെ അവരുടെ നേരെ ചെല്ലാൻ പറയുകയാണ്. എന്താണ് അത്? ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നിങ്ങൾ പൊക്കോ. ഇതാ അവർ സീസ് കയറ്റ്, എവിടുന്നാ വരുന്നതെന്ന് പോലും വിളിച്ചു, സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. നിങ്ങളവരെ യെരൂവേൽ മരുഭൂമിക്കെതിരെ തോട്ടിൻ്റെ അറ്റത്ത് വെച്ച് കാണും. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദരും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്തൊരു മനോഹരമായ ഉത്തരമല്ലേ! നമുക്ക് ഒരു വാള് പിടിക്കാൻ അറിഞ്ഞുകൂടാ പിന്നെ, പക്ഷെ ദൈവ ശബ്ദം കേട്ട്. അതാ എന്നാ പറഞ്ഞത്? ഈ വലിയ സംഭവം 3 രാജാക്കന്മാർ ഒരുപോലെ വന്ന് നിൽക്കുകയാണ്. ഒരു യുദ്ധം വരുമ്പം അവരുടെ രഥങ്ങൾ ഇല്ലേ, അവരുടെ മൃഗങ്ങൾ ഇല്ലേ, അവരുടെ കുതിരകൾ, ആനകളുണ്ട്, ആന, പിന്നെ ഒട്ടകം, ഇതിന്മേലെല്ലാം സാധനങ്ങൾ, ഇവരുടെ വസ്ത്രങ്ങൾ, ഇവരുടെ ആയുധങ്ങൾ, ഇവരുടെ ഭക്ഷണങ്ങൾ, എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടാണ് ഇവർ യാത്ര ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കൊണ്ടുവന്ന് പടയായിട്ട് 3 സൈന്യം ഒന്നിച്ച് നിൽക്കുകയാണ്. ഈ വലിയ സൈന്യത്തിൻ്റെ എന്നാൽ ഇവരെ ഉറുമ്പ് പോലെ നശിപ്പിക്കും ഇല്ലേ? പക്ഷെ ദൈവം പറഞ്ഞു, നീ ഭയപ്പെടണ്ട. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ദൈവമേ ശത്രു വലുതാണേലും പേടിക്കണ്ട എന്ന്. പക്ഷെ ശത്രു വലുതാന്നുള്ള ബോധം വന്നാൽ നമുക്ക് എവിടെയോ ഭയം കയറി വരുന്നുണ്ട്. പക്ഷെ ദൈവം പറയുന്നത് ഭയപ്പെടണ്ട. കർത്താവ് പറയുന്നത് വ്യക്തമായിട്ട് അവരോട് പറയുന്നത്. ദൈവത്തിന് അറിയാം നമ്മുടെ സ്വഭാവം, എത്ര സ്നേഹത്തോടെ വരുന്നത്. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദ യെരൂശലേമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന്. അതൊക്കെ ആരാ പറയുന്നത്? ദൈവം. യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടു. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്.
നാളെ അവരുടെ നിങ്ങൾ ഭയപ്പെടണ്ട, ഭ്രമിക്കണ്ടെന്ന് ഒരു അപ്പൻ മക്കളോട് പറയുന്ന പോലെ പറയുന്നില്ലേ? അതുപോലെ ഇന്നും ദൈവം അതിലും അടുപ്പമായിട്ട് യേശുവും പരിശുദ്ധാത്മ നമ്മളോട് സംസാരിക്കുന്നില്ലേ? നമ്മുടെ ചെവികൾ അടഞ്ഞിരിക്കുന്നു, കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുന്നു, നമ്മുടെ നാവുകൾ ദൈവത്തിന് വേണ്ടി ചലിക്കുന്നില്ല. വളരെ സങ്കടത്തോടെ ആത്മാവ് പറയാണ്, വിളിച്ചു പറ, അനേകരുടെ ഹൃദയങ്ങളിൽ ഇത് ചെന്ന് കൊള്ളട്ടെ. സത്യവചനം കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള, അതായത് കുറേ ചിരിപ്പിക്കുന്ന കുറേ ദൂത് കേട്ടാൽ എല്ലാവർക്കും സന്തോഷമാണ്. ഇത് നിത്യജീവനും ജീവനും മരണവും കൂടെ ഉള്ള കളിയാണ്. എവിടെയാണ് തമാശന് സ്ഥലം? എനിക്കത് മനസ്സിലായിട്ടില്ല ഒരിക്കലും. ഈ തമാശ പറയുന്നവരെ പ്രസംഗിക്കാൻ വിളിക്കുന്ന ഒരു പ്രത്യേക പ്രവണത നമ്മുടെ ഇടയ്ക്കുണ്ട്. അത് നല്ല കഴിവ് തന്നെ ഇല്ല. ബട്ട് ആർ വി റിയലി ദാറ്റ് സീരിയസ്? ഇത് ജീവനും മരണവും ഒരു വ്യക്തിയുടെ ജീവനെക്കുറിച്ചും അവൻ്റെ ജീവൻ്റെ ഓരോ വ്യക്തിത്വത്തിൻ്റെ ആളിൻ്റെ ഓരോ പടിയും തീരുമാനിക്കുന്ന പ്രാർത്ഥനയിലാണ്. ഒരു വചനം ഒരാൾ പ്രസംഗിക്കുമ്പോഴായിരിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രാഗൽഭ്യത്തിൽ, അതിൻ്റെ സീരിയസ്നെസ്സിലാണോ വചനം അയക്കുന്നത്? അത് ഹേമിക്കുന്നുണ്ടോ? നമ്മുടെ ഒരു വചനം ചെന്ന് കൊണ്ടിട്ട് വേണം ഒരാൾക്കൊരു വിടുതൽ. എപ്പോഴും നമുക്ക് എല്ലാവർക്കും വേണ്ടി എടുക്കാം, പക്ഷേ ഈ ഒരു വചനത്തിന് ജീവനുണ്ട്. അത് അയക്കുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എങ്ങനെ തമാശ പറഞ്ഞ് സമയം കളയുന്ന എനിക്കറിഞ്ഞുകൂടാ. ഇടയ്ക്ക് ഒരു തമാശ പറയും, പക്ഷേ ചിലരൊക്കെ അങ്ങ് തമാശ തന്നെ ആക്കി തമാശന് ഫേമസ് ആകുന്നുണ്ട്. വളരെ ദുഃഖമാണ്. നമ്മുടെ ദൈവത്തിന് ക്രിസ്തു തമാശ അങ്ങനെ പറഞ്ഞ് ഒത്തിരി പ്രസംഗിച്ചായിട്ടൊന്നും ഞാൻ ഇതുവരെ വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത്? പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട്, യഹൂദ്യരും യെരൂശലേം നിവാസികളായവരുള്ളവ എൻ്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും, അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. ഒരു രാജാവ് വിളിച്ചു പറയുകയാണ് ദൈവത്തിൻ്റെ ആശ്രയം. അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന്, കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പിലൊക്കെ മെറി ക്രിസ്മസ് എന്ന് പറയാൻ അമേരിക്കയിൽ ഭയമുള്ളിടത്ത് ട്രംപ് നിന്നിട്ട് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹത്തിന് ദൈവം കൊടുത്തതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. അത് നല്ലൊരു കാര്യം, ഒരാൾക്കെങ്കിലും പറയാനുള്ള ബലം വന്നല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്. സത്യം അറിയുക മാത്രമല്ല, അറിഞ്ഞത് പറയാനൊരു പ്രത്യേക കൃപ വരണം. വ്യക്തിത്വത്തിന് കാര്യമൊന്നുമില്ല, ആർക്ക് വേണേലും പറയാം, നമുക്കും പറയാം, നമ്മളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിന് വേണ്ടി ആരെങ്കിലും, ഒരു മനുഷ്യനോട് ദൈവം പറഞ്ഞു മലയുടെ, അതായത് കാട്ടിൻ്റെ വക്കത്തിൽ പോയി നിന്ന് എന്നെക്കുറിച്ച് പ്രസംഗിക്കാൻ. ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, കാട്ടുമൃഗങ്ങളുള്ളവർക്ക് ഞാൻ പോയി പ്രസംഗിച്ചിട്ട് എന്തെടുക്കാനാണ്? കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലേ, നീ അനുസരിക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ പോയി കാട്ടിൻ്റെ വക്കത്ത് നിന്ന് കുറേ നേരം പ്രസംഗിച്ചേച്ച് പോരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ വലിയ സുവിശേഷൻ പ്രസംഗിച്ചുകൊണ്ടിപ്പോൾ അന്ന് അദ്ദേഹം സാക്ഷ്യം പറയുകയാണ്, ഞാൻ കാട്ടിൽ ഒളിച്ച് നടക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് പ്രസംഗിച്ചു, അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടു, അതോടുകൂടി ദൈവത്തിലായെന്ന്. ആ മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ പ്രവൃത്തി സ്വർഗം കാണുന്നുണ്ട്. വിശ്വസ്തത ദൈവത്തോട്, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കണം, നീതി സ്വർഗത്തിൽ നിന്ന് കടന്നു വരും. അങ്ങനെ അവർ വിശുദ്ധ വസ്ത്ര അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പാനും അവൻ്റെ ദയ എന്നേക്കുള്ളതെന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരെയും മോവാബ്യരെയും സെയീർ പർവ്വതക്കാരെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അവർ അങ്ങനെ എല്ലാവരും ഒരുപോലെ ഒറ്റ ഒരാൾ ജീവിച്ചിരുന്നില്ല. അതാണ് അയ്യോ, ഇതൊക്കെ അങ്ങോട്ട് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ദൈവത്തെ കമന്ന് കിടന്ന് സ്തുതിക്കാൻ തോന്നുന്നില്ലേ? നോക്കിപ്പോൾ യഹൂദ്യർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിന് അരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി, അവർ നിലത്ത് ശവങ്ങളായി, ഈ 3 സൈന്യങ്ങൾ ശവങ്ങളായിട്ട് നിലത്ത് കിടക്കുന്നു, ഒരുത്തനും ചാടിപ്പോയില്ല. യഹോശാഫാത്തും അവൻ്റെ പടജനും അവരെ കൊള്ളയിടുകയും വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്ത്രങ്ങളും കണ്ടെത്തി. എന്താണ് ദൈവസന്നിധിയിൽ എന്തിനാ ഉറവ്? ദൈവം കൊണ്ട് തെരിപ്പിക്കും ശത്രുക്കളെ കൊണ്ട്. തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിലധികം ഊരിയെടുത്തു. കൊള്ള അധികമായിരുന്നത് കൊണ്ട് അവർ 3 ദിവസം കൊള്ളയിട്ടുകൊണ്ട് 4-ാം ദിവസം അവർ ബറാഖ താഴ്വര ഒന്നിച്ചുകൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബറാഖ താഴ്വര എന്ന് പേരിട്ടു. യഹോവ ഇസ്രായേലിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ആ ദേശങ്ങളിലെ സകല രാജ്യങ്ങളിൽ മേലും വന്നു. അങ്ങനെ അവൻ്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് യഹോശാഫാത്തിൻ്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു, രാജ്യം നമ്മൾ സ്വസ്ഥമായിട്ട്, നമ്മുടെ തലമുറകൾ സ്വസ്ഥമായിട്ട്. പക്ഷേ ദൈവത്തെ വിളിച്ചു വരുത്തണം. ഒരു രാജ്യം മുഴുവനും
അവിടുത്തെ രാജാവ് പറഞ്ഞതനുസരിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ മഹാസൈന്യമായിട്ട് 3 എണ്ണം വന്നതിനെ ദൈവം ഒരുപോലെ നശിപ്പിച്ചു. ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ച ദൈവം എൻ്റെ ദൈവമാണ്, നമ്മുടെ ദൈവമാണ്. ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഈ വർഷം അത് കാണട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കാം. നാഥ, എത്രയോ അനുഗ്രഹമാണ് നിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവിടുന്ന് ചെയ്തിട്ടുള്ള വലിയ അതിശയങ്ങളെ കാണുമ്പം ഞങ്ങളുടെ ശരീരത്തിൽ കൂടെ മഹാശക്തിയാണ് ഒഴുകുന്നത്. ഇത്ര വലിയവനായ ഒരു ദൈവത്തെ ഞങ്ങൾക്ക് പറയാനും അപ്പച്ചനെക്കുറിച്ച് ചിന്തിപ്പാനും അടുത്തിരിപ്പാനും നിൻ്റെ നന്മകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇതുപോലെ വലിയ യുദ്ധങ്ങളിൽ ജയമെടുക്കുവാനും യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് നീ കടന്നു എന്നാൽ മതി, നീ കടന്നു ചെല്ലേ, യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് അകത്ത് വന്ന് പറഞ്ഞ് ഞങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ട് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു വിടുന്ന ദൈവം നീയാകെ സ്തോത്രം. അത് തന്നെയല്ല, ശത്രു ഇട്ടേച്ചു പോയ സകല കൊള്ളകൾ 3 ദിവസം പറക്കിയെടുത്തിട്ട് തീർന്നില്ല. അത്രമാത്രം അധികമായിട്ട് നീ തന്നു. നിനക്കിതിനൊന്നും ഒരു സൈന്യങ്ങളെ ശത്രുക്കളെ കൊണ്ട് സ്വരൂപിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ ഒരു ദൈവം ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അത് അതിൻ്റെ മുമ്പിലേക്ക് വിഷയം ഏൽപ്പിക്കുമ്പോൾ തലമുറകളുടെ മേൽ ഈ ദൈവത്തിൻ്റെ സത്യം ചെന്ന് കൊള്ളണം. ഈ സമയത്ത് ദൈവസത്യം ഇരുട്ടിൽ പ്രകാശമായിട്ട് ചെല്ലണം. ദൈവ വെളിച്ചം അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെടണം. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ ഹൃദയത്തിൻ്റെ ഉടമസ്ഥരായിട്ട് സത്യദേവത അവരുടെ മുമ്പിലുള്ള ഫോഗ്, അതുപോലെ കർത്താവേ ആ മഞ്ഞ് മൂടൽ മാറിപ്പോട്ടെ, കണ്ണിൻ്റെ തിമിരം അഴിഞ്ഞു പോട്ടെ. അപ്പച്ച ദൈവത്തിൻ്റെ ആത്മാവിൽ ബുദ്ധി പ്രകാശിപ്പിച്ച് കർത്താവിൻ്റെ ആത്മാവിൽ ജയഘോഷം കാണും. ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങളുടെ തലമുറകളെയും എടുത്തുപയോഗിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.